ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അവിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്ക് കുട്ടികളെപ്പോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം ഏകദേശം 1/4 കപ്പോളം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങാക്കൊത്തിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി കയ്യിലില്ല എന്നാണെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. എന്നാലും ചെറിയുള്ളി ചേർക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ചെറിയുള്ളിയും ഈ തേങ്ങാക്കൊത്തും നെയ്യിൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഈ ചൂട് തന്നെ വെച്ചാൽ ഇത് വീണ്ടും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ള അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. നല്ല പൗഡർ പോലെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അവിൽ പൊടിച്ചെടുക്കുന്നതിനെക്കാട്ടും മുന്നേയുള്ള അളവാണ് പറഞ്ഞത് 1 കപ്പ് എന്നുള്ളത്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂണോളം കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ള് ഇഷ്ടമാണെങ്കിൽ ഇത്ര ചേർത്ത് കൊടുക്കാം. ഇല്ലെന്നാണെങ്കിൽ ഇതിലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഉള്ളിയും ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അത് ഞാൻ പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഈ പകുതി അപ്പം റെഡിയാവുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ശർക്കര പാനിയാണ്. ശർക്കര പാനി നല്ല ചൂടോടുകൂടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. നല്ല ചൂടുള്ള ശർക്കര പാനിയാണ് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പോളം ശർക്കര പാനി എടുത്തിട്ടുണ്ട്. അതായത് 250 ഗ്രാം ശർക്കര 3 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ടുള്ളതാണിത്. ഇത് നമ്മൾ അവിൽ യൂസ് ചെയ്തിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ശർക്കര പാനി ആവശ്യമായിട്ട് വരും. ഞാനിതിൽ മുന്നേ പച്ചരി വെച്ചിട്ട് ഇതുപോലെ കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പച്ചരി കുതിർത്ത് അരച്ചിട്ടൊക്കെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതാവുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അതിലധികം ശർക്കര പാനി ആവശ്യമായി വരില്ല. എന്നാൽ ഇത് അവിലൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ശർക്കര പാനി ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. ഇനി അഥവാ നിങ്ങൾ എടുത്തു വെച്ച് ശർക്കര പാനി പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അതിലോട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരെടുത്തത് പോലുള്ള അപ്പം കിട്ടാനായിട്ടാണ്. നമ്മൾ കലത്തപ്പമൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ആരെടുത്തത് പോലെയല്ലേ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അതുപോലെ കിട്ടാനായിട്ടാണ് നമ്മൾ ചൂടുള്ള ശർക്കര പാനിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ അവിൽ കൊണ്ട് തയ്യാറാക്കുന്ന സമയത്ത് നമുക്കിതിലോട്ട് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആവശ്യമായി വരില്ല. പച്ചരി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടാനായിട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇതിൽ അതൊന്നും ചേർക്കേണ്ടതായിട്ട് വരില്ല. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ അപ്പം കിട്ടും. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടു തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് വേണമെങ്കിൽ ദോശക്കല്ലിലും ചുടാവുന്നതാണ്. അധികം പരത്താതെ കുറച്ച് കട്ടിയുള്ള ദോശയായിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. എന്നാൽ അപ്പച്ചട്ടിയിലാവുമ്പോൾ നല്ല ഷേപ്പ് ഉണ്ടാവും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നെയ്യ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നെയ്യിൽ വറുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും ഉള്ളിയുണ്ടല്ലോ, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചിട്ട് 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് അത്ര മതിയാകും. അതുവരേക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വളരെ തീ കുറച്ചിട്ട് വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ നമുക്കിത് 1 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറായി കിട്ടുന്നതായിരിക്കും.
അപ്പോൾ ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം വേണം നമ്മളിത് കഴിക്കാനായിട്ട്. ചൂടോടുകൂടി കഴിക്കുന്ന സമയത്ത് ഇത് എക്സ്ട്രാ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് കുറച്ചൊന്ന് പോകാനായിട്ട് നമ്മൾ ചൂട് പോയിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അങ്ങനെ ഇതാ എല്ലാം ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു കലത്തപ്പമൊക്കെ കഴിക്കണം തോന്നുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. ഇനിയിപ്പോൾ കുട്ടികൾക്ക് തേങ്ങാക്കൊത്ത് അധികം ഇഷ്ടമല്ല എന്നാണെങ്കിൽ തേങ്ങാക്കൊത്ത് കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇവിടെ എൻ്റെ മക്കൾക്ക് തേങ്ങാക്കൊത്ത് അധികം ഇഷ്ടമല്ല. അവർ തേങ്ങാക്കൊത്തൊക്കെ മാറ്റിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ കുറച്ചൊന്ന് കുറച്ചിട്ട് ഇത് തയ്യാറാക്കിയാൽ മതിയാവും. ഇതേ പലഹാരം തന്നെ ഞാൻ ഇതിന് മുന്നേ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ചാനലിൽ കയറി കണ്ടാലും മതി. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് മനസ്സിലായല്ലോ. നമ്മളിതിലോട്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. അവിൽ ചേർത്തത് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റാണ്. കുഞ്ഞു കുട്ടികൾക്ക് പോലും നമുക്കിത് നുള്ളി നുള്ളി വായിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു മക്കൾക്ക് തേങ്ങാക്കൊത്തും ഉള്ളിയൊന്നും ഇഷ്ടമല്ല എന്നാണെങ്കിൽ അധികം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.